ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് തോട്ട്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസ്നേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓഫർ ഇടുന്നതിൻ്റെ റീസൺ ഞാൻ അഗെയിൻ പറയാണ്. ഒരുപാട് പേര് ഫ്രീ റീഡിങ്സ് ചോദിച്ചു വരുന്ന ആളുകളുണ്ട്. സോ നിങ്ങൾ എമൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓഫർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം റീഡിംഗ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെന്റ്സ് എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് തോട്ട്സ്. ഫസ്റ്റ് തന്നെ വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത്. ഈ കാർഡ് കാണിച്ചു തരാൻ പറ്റില്ല, അതാണ് ഞാൻ കാണിച്ചു തരാത്തത്. അപ്പം വേൾഡ് കാർഡ് എന്ന് പറയുമ്പം നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് ആണ്. നിങ്ങളിൽ ഒരു ഫുൾഫിൽമെന്റ് കൊണ്ടുവരണം എന്നുള്ള അവരുടെ ഒരു ആഗ്രഹം. ഓക്കെ. ആൻഡ് അതുപോലെ അവർ നിങ്ങളെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്നുണ്ട്. വളരെ ഒരു നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സൺ വളരെ ജെനുവൻ ആയിട്ടുള്ളതാണ്. നിങ്ങളുടെ സ്നേഹം ഭയങ്കര റിയൽ ആയിട്ടുള്ളതാണ് എന്നൊക്കെയുള്ള തോട്ട്സ് ആണ്. നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഓർ എന്തെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് അബ്രോഡോ ദൂരെ കാണാൻ പറ്റാത്ത രീതിയിൽ ദൂരെയുള്ള ആളുകളൊക്കെ ആയിരിക്കാം. വേൾഡ് കാർഡ് വന്നതുകൊണ്ട് പറയാണ്. 10 ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ 10 ഓഫ് പെൻഡക്കിൾ എന്ന് പറയുന്നത് ഇതൊരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ്. നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫീലിങ്സ്, അത് ഫാമിലിയിലെ ഒരു അംഗമാണെങ്കിൽ, ഫാമിലി മെമ്പർ ആണെങ്കിൽ, നിങ്ങൾ അവരുടെ ഫാമിലി അതായത് ഒരു പാർട്ട്ണർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും അവർക്ക് ഫീലിങ്സ് ഉണ്ടാവുക, ആ ഒരു ഫീലിങ്സ് ആണ്. അതുപോലെ അവർ ഡ്രീം ചെയ്യുന്നത് നിങ്ങളുടെ കൂടെയുള്ള ഒരു ഫ്യൂച്ചറാണ് അവർ ഡ്രീം ചെയ്യുന്നത്. ഓക്കെ. എല്ലാം കൊണ്ടും വെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലി, നിങ്ങൾ സന്തോഷകരമായിട്ട് ജീവിക്കുന്ന അങ്ങനെ ഒരു കാര്യം അവർ ഡ്രീം ചെയ്യുന്നുണ്ട്. അവർക്കിപ്പം നിങ്ങളൊരു എക്സ്ട്രാ മറിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളായിരുന്നെങ്കിൽ, ആ ഒരു സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്നോ അല്ല, അപ്പം നിങ്ങൾ മാരീഡ് അല്ലാത്ത പേഴ്സൺസ് ആണെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് അവർ ഡ്രീം ചെയ്യുന്നുണ്ട്. അത് സിറ്റുവേഷൻസ് ഒന്നുമില്ലാതെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു വലിയ വീട്, അതുപോലെ എല്ലാം ഫിനാൻഷ്യലി ഒക്കെ എല്ലാം കൊണ്ട് നിങ്ങൾ ഭയങ്കര വെൽത്തി ആയിട്ട് നിൽക്കുന്ന അത് ഡ്രീം ചെയ്യുക. എംബ്രർ കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ഭയങ്കര അധികാരം കാണിക്കുന്ന ഒരാളായിരിക്കാം. അതായത് എല്ലാ കാര്യത്തിലും ഞാൻ പറയുന്നത് പോലെ നടക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ളൊരു ഈഗോ വെച്ച് നിൽക്കുന്ന ആളുകളായിരിക്കാം. മേ ബി അത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിരിക്കാം, ഓർ നിങ്ങളുടെ എനർജി ആയിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു പ്രോബ്ലമാണ് ഈ കാണിച്ചു തരുന്നത്. ഓക്കെ. അധികാരം കാണിക്കുക, അപ്പോൾ പൊസസീവ്നെസ് കൂടുതലായിട്ട് കാണിക്കുക. ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ക്യാരക്ടറിൽ ഒരുപാട് സ്നേഹമുള്ള ഒരാളായിരിക്കാം, പക്ഷെ അതിനെ അവരങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പുറത്ത് നിങ്ങളടുത്ത് അങ്ങനെ സ്നേഹം കാണിക്കില്ല. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും, എന്താ ഈ മനുഷ്യൻ ഇങ്ങനെ, അല്ലെങ്കിൽ എന്താ ഇവളിങ്ങനെ എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നിയിട്ടുണ്ടാവും. അതായത് ഒരു ഈഗോ ഉണ്ട്, പക്ഷെ ഒരുപാട് സ്നേഹമാണ്, ഭയങ്കര പ്രൊട്ടക്ഷൻ തരും, ഭയങ്കരമായിട്ടും ആ കാര്യങ്ങളെല്ലാം അറിഞ്ഞു ചെയ്യും, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുന്ന ഒരാളായിരിക്കും, പക്ഷെ സ്നേഹം കിട്ടാത്തതുപോലെ ഒരു ഫീല്. അപ്പൊ അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യില്ല. അത് ജന്മനാ ഉള്ളൊരു ക്യാരക്ടർ ആയിരിക്കാം. ഓക്കെ. അതായത് അത്ര ഏജ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഏജ് ഉണ്ടെങ്കിലും ഭയങ്കര പക്വത കാണിക്കുക, മെച്യൂരിറ്റി. എനിക്ക് ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളാണ്, ഞാൻ ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ളതാന്നുള്ള രീതിയിൽ ഒരു ക്യാരക്ടർ പുറത്തോട്ട് എടുക്കുക. പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ ഇവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ ഇൻഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ ചോദിക്കാനുണ്ട്. അപ്പം നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് ഒരു കോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കോൺടാക്റ്റൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരുപാട് കാര്യം നിങ്ങളടുത്ത് ഇൻഫോം ചെയ്യാനുണ്ട് ഈ പേഴ്സണ്. ഓക്കെ. നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട് എന്നുള്ളത് ഇവർ ആലോചിക്കുന്നുണ്ട്, നിങ്ങളിപ്പോഴും ഒരു ഹോപ്പ് വെച്ച് നിൽക്കുകയാണ് എന്നുള്ളത്. എംബ്രസ് കാർഡാണ്. നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹം ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു കാർഡാണിത്. എഗെയിൻ കൺഫർമേഷൻ ആണ്.
ഇതൊരു റൊമാൻറ്റിക്കലി ഒരു ഫിസിക്കലി ഒക്കെ നിങ്ങളുടെ അടുത്ത് ഭയങ്കര അട്രാക്ഷൻ തോന്നും. നമ്മൾ റീഡിങ്സ് എടുക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ എപ്പോഴും കാണുന്ന ആളുകൾ തന്നെ ആയിരിക്കാം റീഡിങ്സ് എപ്പോഴും വന്നിട്ട് നമ്മുടെ ചാനലിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ എനർജി എനിക്ക് ഇങ്ങനെ എഗെയിൻ ഒരേ സെയിം എനർജി തന്നെ കിട്ടുന്നത്. അതുകൊണ്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ ഒരുപാട് സ്നേഹമുണ്ട്, റൊമാൻറ്റിക്കലി കണക്ട് ആണ്, അതുപോലെ തന്നെ ഫീലിങ്സ് ഒരുപാടുണ്ട്, ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്, അൺകണ്ടീഷണൽ ലവ് നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരെ ഒരുപാട് കെയർ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ, അതായത് എല്ലാ കാര്യത്തിലും അഡ്വൈസ് കൊടുക്കുന്നു, എല്ലാത്തിലും അവരെ ഇങ്ങനെ നേർവഴിക്ക് നയിക്കുന്നു, കൂട്ടിച്ചേർത്ത് പിടിക്കുന്നു, എല്ലാം അവർക്ക് വേണ്ടതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരാളാണ്. അത്രയും നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് അല്ലെങ്കിൽ അത്രയും ഒരു നിങ്ങൾ അവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ഒരു കാര്യം ഇപ്പൊ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഫോർ ഓഫ് വൺസ് ആണ്, വളരെ പോസിറ്റീവാണ്. നിങ്ങൾ ഇപ്പം ലോങ് ഡിസ്റ്റൻസ്, നിങ്ങൾ നാട്ടിലും ഒരാൾ അബ്രോഡ് അല്ലെങ്കിൽ ഒരാൾ വിദേശത്താണ്, അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനുള്ള ചാൻസ് ആണ്, മീറ്റ് ചെയ്യാൻ പോവാണ്, ആ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കാണാനുള്ളൊരു ചാൻസ്, അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് എന്തോ കാര്യവുമായിട്ട് വരുന്ന ഒരു എനർജിയാണിത്. അത് പ്ലാൻഡ് ആണ്, അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ടെമ്പറൻസ് വന്നിട്ടുണ്ട്, ബാലൻസ്ഡ് ആണ്, പല കാര്യം ബാലൻസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പല കാര്യം അവർ ബാലൻസ് ചെയ്ത് വെച്ചേക്കുവാണ്. റീസൺസ് ഉണ്ടാവുമായിരിക്കും, ഒരു ലിമിറ്റ് വെച്ച് മാത്രമേ അവർ പലതും പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. തുടക്കേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്, പക്ഷെ അത് എക്സ്പ്രസ് ആവുന്നില്ല എന്നുള്ളത്. അപ്പം കൺട്രോൾഡാ, ഫീലിങ്സ് ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ ഇത്ര ഫീലിങ്സ് ഉണ്ടെങ്കിലും അത് ഇത്രയിൽ വെച്ച് ഒതുക്കുന്ന ഒരു എനർജിയാണിത്. ഓക്കെ, ആൻഡ് അതുപോലെ അവർക്ക് ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലൈഫിൽ, എന്തൊക്കെയോ കാര്യത്തിൽ ഹീലിംഗ് നടക്കുന്നുണ്ട്. കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്, ലിമിറ്റഡ് ഫീലിങ്സ് എന്നുള്ള രീതിയിലാണ് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുക. അവരെ ഉള്ളിലേക്ക് ആരെയും കടത്തി വിടുന്നില്ല. അപ്പൊ അവർക്ക് ഫീലിങ്സ് ഉണ്ട്, അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അവരതിനിങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുക. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യമൊന്നുമില്ല എന്നുള്ളൊരു മട്ടിൽ ഇരിക്കുന്ന ഒരാള്. കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പം, കപ്പ് എന്ന് പറയുന്നത് തന്നെ സ്നേഹമാണ്. അപ്പൊ ആ ഒരു കപ്പ് വെച്ചിരിക്കുന്ന ഒരു രാജാവ്. ഓക്കെ, അവര് അധികാരമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ബോൾഡായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. ഒരു സാധാ ഇങ്ങനെ എന്താ പറയാ, ഒരു പിഞ്ച് മനസ്സ് എന്ന് പറയുന്നത് പോലെ ഇരിക്കുകയാണ്. ബാലൻസ്ഡ് ആണ്, ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നത് പോലെ. ടു ഓഫ് സോർട്സിന്റെ എനർജിയാണ്, ഭയങ്കര കൺഫ്യൂഷൻ ആണ്, അപ്സെറ്റ് ആണ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. സോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് അവരിങ്ങനെ സൈലന്റ് ആയേണ്ടി വരുന്നത്. അപ്പം ഒരു മൂഡ് ഓഫ് സിറ്റുവേഷൻ ആണിത്, മൂഡ് ഓഫ് ആണ്, അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതിന്റെ ഒരു വേദന. ടെൻ ഓഫ് സോർട്സിന്റെ എനർജിയാണ്, നമ്മൾ ഫൈനലായിട്ട് എടുക്കുന്ന കാർഡാണ്. ഇവിടെ ബോട്ടം ഓഫ് ദ ഡക്ക്, ഹൈ പ്രീസ്റ്റസ്, സെവൻ ഓഫ് വാൻഡ്സ് ഒക്കെയാണ്. അപ്പം ഈ ഒരു കാർഡ് പെയിൻഫുൾ ആണ് അവർക്ക്. ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് അവർക്ക് പെയിൻഫുൾ ആണ്. നിങ്ങൾ കടന്നു പോകുന്ന സെയിം സിറ്റുവേഷൻ ആയിരിക്കാം ഇത്, നിങ്ങളും അതേ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും സംടൈംസ് ഒക്കെ. അപ്പം ഇവർക്കും ഇതേ കാര്യം തന്നെയാണ്, പെയിൻഫുൾ ആണ്. പക്ഷെ നിങ്ങളുടെ ഇടയിൽ സ്ട്രോങ് വേറെന്തോ സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വരുമ്പം ഇത് ഹൈ പ്രീസ്റ്റസ് ആണ്. നന്നായിട്ട് പ്രെയർ ചെയ്യുക, നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ എന്ത് കാര്യത്തിൽ നിന്നും ഒരു ഡിറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ നമ്മൾ എന്തൊരു കാര്യത്തിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. സോ നിങ്ങൾ പ്രെയർ ചെയ്യുക, നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുക. ഓക്കെ, സെവൻ ഓഫ് വാൻഡ്സ് വരുമ്പോൾ രണ്ടുപേരും ഒരേപോലെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ആ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് മാത്രം ഹാർഡ് വർക്ക് ചെയ്തു എന്ന് കരുതിയിട്ട് ഇതൊരു റിസൾട്ട് ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഒരാൾ മനസ്സിലാക്കുമ്പോൾ ഒരാൾ മനസ്സിലാക്കുന്നുണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മ ആയിരിക്കാം, ട്രസ്റ്റ് ഇഷ്യൂ ആയിരിക്കാം, നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. തേർഡ് പാർട്ടീസ് അവിടെ നിന്നോട്ടെ, പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ചില പ്രശ്നങ്ങൾ കയറി വരുന്നുണ്ട്. അത് നിങ്ങളോ ആ പേഴ്സണോ കാരണം തന്നെ ആയിരിക്കും. അപ്പൊ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ രണ്ടുപേരുടെ ഭാഗത്ത് നിന്നും ഒരു എഫേർട്ട് ഉണ്ടായിരിക്കണം. രണ്ടുപേർക്കും ഇതൊരു ചാലഞ്ച് തന്നെയാണ്. ഓക്കെ, സിറ്റുവേഷൻ വേറെ ചുറ്റിനുമുള്ളത് കൊണ്ട് തന്നെ രണ്ടുപേർക്കും ഒന്നിക്കുക എന്ന് പറഞ്ഞ ചാലഞ്ച് തന്നെയാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, റിലേഷൻഷിപ്പ് ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഉള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക ഓർ സബ് ചെയ്യുക.